ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളിയും മുരിങ്ങയ്ക്കയും കൂടെയുള്ളൊരു കറിയാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അമ്മ പറയും. ഇതിലേക്ക് 3 മുരിങ്ങയ്ക്ക ഞാൻ കഴുകി ഇതിനെ അരിഞ്ഞ് ഒരു ചരുവത്തിൽ വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടി 2 തക്കാളി ചെറുതായിട്ട് മുറിച്ചത്, ഒരു 4 പച്ചമുളക് അരിഞ്ഞത്. ആദ്യം ഈ മുരിങ്ങയ്ക്കകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി അടുപ്പ വെച്ച് തീ കത്തിക്കുക. ഇനി ഇത് തിളച്ച് കഴിയുമ്പോൾ ഈ തക്കാളി പച്ചമുളക് അതിനകത്ത് ഇടും. പിന്നെ അതിന് വേണ്ടി അരപ്പിന് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടിയും കൂടെ അരച്ചെടുക്കും. നമ്മുടെ മുരിങ്ങയ്ക്ക പകുതി വേവായി. അതിലോട്ട് അരിഞ്ഞു വെച്ച തക്കാളി, പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് വേവാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങായ, ചുവന്നുള്ളി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതിട്ട് നല്ലതുപോലെ അരച്ചെടുത്തു. ഇനി നമ്മുടെ തക്കാളി മുരിങ്ങയ്ക്കയും വെന്തിരിപ്പുണ്ട്, അതിലോട്ട് ഇത് ചേർക്കുക. വെള്ളം കുറവായതുകൊണ്ട് കുറച്ച് വെള്ളം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തു. ഇത് ഒന്ന് നന്നായി തിളയ്ക്കുന്നവരെ അടപ്പേ വെക്കുക. എന്നിട്ട് ഇതിലേക്ക് കടുക് വറുക്കാനുള്ളത് എടുക്കുകയാണ് ഞാൻ. കടുക് വറുക്കാൻ കുറച്ച് വെളിച്ചെണ്ണ, രണ്ട് മുളക് മുറിച്ചിട്ടിട്ടുണ്ട്, കുറച്ച് കടുക്, രണ്ട് മൂന്ന് ജീരകം, നമ്മുടെ കടുക് ഇവിടെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ കറിയിലേക്ക് ചേർക്കാൻ പോകുക. കറി പാകമായി നല്ലതുപോലെ കുറുകി ഇരിപ്പുണ്ട്. ഇത് നല്ലൊരു മീനില്ലെങ്കിലും നല്ലൊരു കറിയാണ് ഇത്.
നല്ല സൂപ്പർ കറിയാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും.